ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്ന ആളുകൾ, അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിമായാൽ മാത്രം സ്വർഗത്തിലെത്തൂല, മുസ്ലിമായാൽ മാത്രം പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയൂല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നഹ്, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിക്കാതെ, അവർ നേരിട്ട പ്രതിസന്ധികൾ നേരിടാതെ, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്. അവർ അനുഭവിച്ചത് എന്താണ്? മാറാരോഗങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അവർ അനുഭവിച്ചിട്ടുണ്ട്, ശത്രുക്കളാലുള്ള പേടി അവർ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിശപ്പും ദാഹവും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും മാറാരോഗങ്ങളും അള്ളാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ വരെ നേരിട്ട് പോയവരാണവർ. അവർ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ, മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഒരാൾക്കും സ്വർഗം ലഭിക്കാൻ പോകുന്നില്ല. സുമ്മസ്തഖാമു, അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ തയ്യാറാവാതെ ഒരാൾക്കും പുഞ്ചിരിയോടെ മരിക്കാനും സ്വർഗം കരസ്ഥമാക്കാനും സാധിക്കുകയില്ല. ഇങ്ങനെ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറായാൽ, പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരികയാണ് ആകാശലോകങ്ങളിൽ നിന്ന്. എവിടെ, ഏത് സമയത്ത്? ഖല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഖല്ലാ, നിങ്ങൾ അറിയണം, നിങ്ങളിലേക്ക് അല്ലാഹു, തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ റൂഹത്ത് നിങ്ങളെ അല്ലാഹു കൊണ്ടുപോകുന്ന സമയമായാൽ, അവിടെ നിന്ന് മരിക്കാൻ പോകുന്നവർ വിളിച്ചു പറയുന്നുണ്ട്, വഖീല മൻ റാഖ്, ആരെങ്കിലും ഒന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് മന്ത്രിച്ചൂതി തരുമോ എന്ന് ആളുകൾ മരണശയ്യയിൽ കിടന്നിട്ട്, രോഗശയ്യയിൽ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. ഖല്ലാ, അത് വേണ്ട. ഇദാ ബലഗതിത് തറാഖി, നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ ആ സമയത്ത് ആളുകൾ വിളിച്ചു പറയുന്നത്, വഖീല മൻ റാഖ്, ആരാണ് എന്നെ മന്ത്രിച്ചൂതി തരുന്നത്? വളന്ന അന്നഹുൽ ഫിറാഖ്, ഞാൻ മരിക്കുകയാണ്, ഞാൻ ലോകത്തോട് വിട പറയുകയാണ് എന്നയാൾക്ക് തിരിച്ചറിയുകയാണ്. വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, അദ്ദേഹം മരണവെപ്രാളം കൊണ്ട് കാലിട്ടടിക്കുകയാണ്. ഇങ്ങനെയാണ് പല ആളുകളും മരിച്ചു പോകുന്നതെങ്കിൽ, ചില ആളുകൾ ഇത് ഈ രീതിയിലല്ല മരിച്ചു പോകുന്നത്. എങ്ങനെയാണ് മരിച്ചു പോകുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാരുടെ അകമ്പടിയോടെയാണ് അവർ മരിച്ചു പോകുന്നത്. എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത്? മറ്റൊരായത്ത് നമ്മൾക്ക് പരിശോധിക്കാം. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളിലേക്ക് മരണത്തിന്റെ സമയമാസന്നമായാൽ, മരിക്കാനുള്ള സമയമായാൽ, ഖാല, അയാൾ പറയുകയാണ്, റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കുമോ അല്ലാഹ്. മരണസമയത്ത് മരണത്തിന്റെ വേദന കൊണ്ട്, മരണത്തിന്റെ വെപ്രാളം കൊണ്ട്, പേടികൊണ്ട് രോഗാശയിൽ കിടന്നിട്ട് മരണാസന്നമായ രോഗി പറയുകയാണ്, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കിച്ചരുമോ എന്ന്. ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ നന്മ ചെയ്യാം റബ്ബേ, ഞാൻ ഇനി മുതൽ നന്നായി ജീവിക്കാം അല്ലാഹ്. ഇതുപോലെയല്ല, ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഇനി ഞാൻ നന്നാവാമെന്നാണ് പറയുന്നത്. ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ ഇനി നന്നായി ജീവിക്കാം. ഫീമാ തറക്തു, നീ എനിക്ക് ഇനി എത്ര ദിവസമാണ് ബാക്കി നൽകുന്നത്? എനിക്ക് ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം നീ എനിക്ക് നീട്ടിത്തന്നാൽ ഞാൻ നീ പറഞ്ഞതുപോലെ സ്വാലിഹായി ജീവിക്കാൻ തയ്യാറാണ്. പക്ഷേ അല്ലാഹു പറയാണ്, ഖല്ലാ ഇന്ന
കലിമത്തുൻ, അത് നിങ്ങളുടെ ഒരു പാഴ്വാക്കാണ്. അല്ലാഹു ആ വാക്കുകൾക്ക് ചെവി കൊള്ളില്ല. അല്ലാഹു യാതൊരു പരിഗണന നൽകാത്ത വാക്കുകളാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർ പോകാനുള്ളത് ഖബറിലേക്കാണ്, ബർസഖിയായ ലോകത്തിലേക്കാണ്, ഉഖ്റവിയായ ലോകത്തിലേക്കാണ് അവരുടെ മരണശേഷം അവർ പോവാനുള്ളത്. വമിൻ വറാഇഹിം ബർസഖുൻ, അവരുടെ മരണശേഷം അവർ നേരിടാൻ പോകുന്നത് ഖബറിടമാണ്. ഒരുപാട് ആളുകൾ മരണസമയത്ത് വെപ്രാളത്തോടെ പേടിയോടെ ഇനിയും എനിക്ക് ആയുസ് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുമ്പോ മരണത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന ആളുകളുണ്ട്. മരണത്തെ വളരെ താല്പര്യത്തോടെ നേരിടുന്ന ആളുകളുണ്ട്. മരണത്തെ ഖബറിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ കൊതിക്കുന്ന ആളുകളുണ്ട്. അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ട് വിഭാഗമാണ് ആളുകൾ രണ്ട് രീതിയിലാണുള്ളത്. ഇമ്മാ മുഹിബ്ബുൻ ലിലിഖാഇല്ലാഹ് വ ഇമ്മാ കാരിഹുൻ ലിലിഖാഇല്ലാഹ്. ഒന്നുകിൽ മരണത്തെ വെറുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മരണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. രണ്ട് രീതിയിലാണ് ആളുകളുള്ളത്. ചില ആളുകൾ മരണത്തെ വെറുക്കുന്നവരാണ്, ചില ആളുകൾ മരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചത്, അല്ലയോ നബിയേ കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളെല്ലാവരും മരണത്തെ വെറുക്കുന്നവരാണല്ലോ. ആരാണ് മരിക്കാൻ കൊതിക്കുന്നത്? ആർക്കാണ് മരണത്തോട് താല്പര്യമുള്ളത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ ലോകത്തോട് വിട പറയുക രണ്ട് രീതിയിലാണ്. ചില ആളുകൾ പുഞ്ചിരിച്ചുകൊണ്ടാണ്, ചില ആളുകൾ വെപ്രാളത്തോടെയാണ്. ആ വെപ്രാളത്തോടെ ലോകത്തോട് വിട പറയുന്ന ആളുകളുടെ സമീപത്തേക്ക് അല്ലാഹുവിന്റെ മാലാക്കമാര് കടന്നു വന്നിട്ട് നരകത്തിന്റെ ഭയാനകമായ ലോകം കാണിച്ചു കൊടുത്ത് വളരെ വേദനയോടെ കൊണ്ടുപോയി ഖബറിന്റെ അദാബിനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അവർക്ക് മരണത്തെ താല്പര്യമില്ല, മരണത്തെ അവർ പേടിക്കുകയാണ്. അത്തരം ആളുകളാണ് എന്നെ ഒന്ന് ഭൂമിയിലേക്ക് മടക്കുമോ, എനിക്ക് ഒരുപാട് കാലം ആയുസ് തരുമോ, എനിക്കൊരാഴ്ചയെങ്കിലും സമയം തരുമോ, എനിക്കൊരു മണിക്കൂറെങ്കിലും സമയം തരുമോ എന്ന് ചോദിക്കുന്നത് ഇത്തരം ആളുകളാണ് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് മറ്റൊരു വിഭാഗമുണ്ട്. അവരുടെ അടുത്തേക്ക് മാലാക്കമാര് വന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. മാലാക്കമാര് വന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഖബറിലുള്ള അനുഭൂതികളെ, ഖബറിലുള്ള സുഖങ്ങളെ കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അത്തരം ആളുകൾ വളരെ സന്തോഷത്തോടെയാണ് മരിക്കാൻ തയ്യാറാകുന്നത്. അല്ലാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് അവർ തയ്യാറാകുന്നത്. അല്ലാഹുവിന്റെ മാലാഖമാർ ഇത്തരം ആളുകളുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോൾ അവർ പറയുന്നത്, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്തിനാണ് പേടിക്കുന്നത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനേക്കാളും സുഖം ഖബറല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ ഇല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ ഖബറിലില്ലയോ? നിങ്ങളുടെ അയൽവാസിയെക്കാളും നല്ല അയൽവാസി, കുടുംബക്കാരെക്കാളും നല്ല കുടുംബക്കാർ, ഇതെല്ലാം നിങ്ങൾക്ക് ഖബറിൽ ലഭിക്കുമ്പോ പിന്നെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ, ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ദുനിയാവിനോട് വേർപിരിയുന്നതിൽ എന്ത് ദുഃഖമാണ്, എന്ത് പേടിയാണ് നിങ്ങൾക്കുള്ളത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ദുനിയാവിൽ ഇരിക്കുമ്പോഴാണ് തലവേദന വരുന്നത്, പനി വരുന്നത്, ക്യാൻസർ വരുന്നത്. എന്നാൽ ഉഖ്റവിയായ ഖബറിലെത്തിയാൽ ഒരു തലവേദന പോലും നിങ്ങൾക്ക് അനുഭവിക്കാനില്ല, ഒരു ടെൻഷൻ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല, പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല, ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല. എന്നാൽ ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തെക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഖബറിടങ്ങളല്ലയോ? അല്ലാ തഖാഫു, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആരാ ഖബറിനെ പേടിക്കേണ്ടത്? ഖബർ ഇരുട്ടറയായാലല്ലേ ഖബറിനെ പേടിക്കേണ്ടത്? ഖബർ ഇടുങ്ങിയാലല്ലേ ഖബറിനെ പേടിക്കേണ്ടത്? ഖബറിലേക്ക് നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടാലല്ലേ ഖബറിനെ പേടിക്കേണ്ടത്? നേരെ മറിച്ച് ഇതിന് വിപരീതമായി പ്രകാശപൂരിതമായ ഖബറായാൽ, വിശാലമായ ഖബറായാൽ, കുടുംബക്കാരും ഭാര്യയും മക്കളും നിറഞ്ഞ നല്ലൊരു വീടിനേക്കാളും സുന്ദരമായ ഖബറായാൽ,
പിന്നെ എന്തിനാണ് നമ്മൾ ഖബറിനെ പേടിക്കുന്നത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്തിനാണ് ദുഃഖം? ദുഃഖിക്കേണ്ട ആവശ്യമെന്ത്? ഭാര്യയോട് വിട പറയുന്നതിനാണോ ദുഃഖം? എന്നാൽ നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ നിങ്ങൾക്ക് ഖബറിലുണ്ട്. പിന്നെന്തിനാ ദുഃഖം? അല്ലാ തഹ്സനൂ, മക്കളോട് വിട പറയുന്നതിലാണോ ദുഃഖം? നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ നിങ്ങളുടെ ഖബറിലില്ലയോ? നിങ്ങളുടെ വീടിൽ നിന്ന് വിട പറയുന്നതിലാണോ നിങ്ങൾക്ക് ദുഃഖം? നിങ്ങളുടെ വീടിനേക്കാളും നല്ല വീടാണ് നിങ്ങളുടെ ഖബറിടങ്ങൾ. അതല്ലേ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്? മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. മയ്യിത്ത് നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ പുറത്തു കൊടുക്ക് റബ്ബേ. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس اللهم ابدله دارا خيرا من داره. അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും നല്ല വീട് നീ നൽകണേ അല്ലാഹ്. ഇയാളുടെ വീടിനേക്കാളും നല്ല വീട് കൊടുക്കണമെന്ന്. നമ്മൾ ഭക്ഷണം കഴിച്ച വീട് നല്ല വീടാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ ദീനിയായ മേഖലകളിലേക്ക് പാവങ്ങളെ സഹായിക്കാനൊക്കെ ചെലവഴിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന്റെ വീടിനേക്കാളും മനോഹരമായിരിക്കും അദ്ദേഹത്തിന്റെ ഖബറിടം. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ അയാളുടെ വീടിനേക്കാളും നല്ല വീടാക്കി മാറ്റണേ എന്നാ ദുആ ചെയ്യുന്നത്. ഇതിനേക്കാളും വലിയ വീട് വേറൊരാൾ കെട്ടി അയാൾക്ക് അല്ലാഹു ഇഷ്ടം പോലെ സമ്പാദ്യങ്ങൾ നൽകി. ആ സമ്പാദ്യങ്ങളെ ദീനിയായ മേഖലയിലേക്ക് ചെലവഴിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് ചിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ അവരുടെ വീടിനേക്കാളും നല്ല വീട് നൽകണേ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ ഖബറിടം അതിനേക്കാളും വിശാലമാണ്. ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുകയാണ് ഖബർ. എന്നാൽ ചെരിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെയും കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുകയാണ്. 1000 സ്ക്വയർ ഫീറ്റ്, 2000 10,000 സ്ക്വയർ ഫീറ്റിനേക്കാളും വിശാലമാണ് നമ്മുടെ വീട്. ഖബർ. ഇവിടെ നല്ല സുഖത്തിൽ ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ. AC ഉണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഖബർ ഇതിനേക്കാൾ ഉഷാറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഖബറിൽ പോകാൻ പേടിക്കുന്നത് ഖബർ ഇരുട്ടറയാണെന്ന് വിചാരിച്ച്. നമ്മൾ കാണുന്ന ഖബറൊന്നുമല്ല ഖബർ. നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഖബർ ഇടുങ്ങിയതാണ്. പക്ഷെ ഖബറിലേക്ക് പോകുന്ന ആൾ നല്ല മനുഷ്യനാണെങ്കിൽ ആ മീസാൻ കല്ല് വക്കലോടുകൂടി അത് വിശാലമാവുകയാണ്. നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ കമാ നവ്വർത മസാജിദ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പള്ളി മനോഹരമാക്കിയപ്പോൾ റമളാൻ മാസം മനോഹരമായി പള്ളിയിലേക്ക് വിളക്കുകൾ അണിയിക്കുകയുണ്ടായി. വളരെ മനോഹരമായ വൈവിധ്യമാർന്ന വിളക്കുകൾ കൊണ്ട് പള്ളി അലങ്കരിച്ചു. ഇത് ആര് കണ്ടു? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടു. അലി തങ്ങൾ ഇത് കണ്ട ഉടനെ മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞതിന് നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ. ഉമറേ നിങ്ങളുടെ ഖബറിടത്തെ അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ. കമാ നവ്വർത മസാജിദ. അല്ലാഹുവിന്റെ പള്ളിയെ നീ പ്രകാശിപ്പിച്ചതുപോലെ ജീവിക്കുന്ന കാലത്ത് അല്ലാഹുവിന്റെ പള്ളികളെ, അല്ലാഹുവിന്റെ മദ്രസകളെ പ്രകാശിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സുകളുടെ വെളിച്ചം അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം. പള്ളിയുടെ കറന്റ് ബില്ല് ഞാൻ ഏറ്റെടുക്കാം. മദ്രസയുടെ കറന്റ് ബില്ല് ഞാൻ ഏറ്റെടുക്കാം. അല്ലാഹുവിന്റെ പള്ളികളെയും മദ്രസകളെയും പ്രകാശിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ അതിനേക്കാളും വലിയ പ്രകാശമാക്കി തരുമെന്നാണ് അലി തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ പ്രകാശിപ്പിച്ചു തരട്ടെ. ഇപ്പൊ നമ്മുടെ വീടിനേക്കാളും വെളിച്ചം നമ്മുടെ ഖബറിടങ്ങളാണ്. നമ്മൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ നവ്വിർ ഖബ്റനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ
ഞങ്ങളുടെ കബറിടങ്ങളെ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖുർആൻ ഓതിയ കബർ വെളിച്ചാകും. എത്ര ഓതുന്നു അതിനനുസരിച്ചിട്ട് അതിന്റെ വാട്സ് കൂടും. ഇതൊക്കെ 50 വാട്സിന്റെ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഡെയിലി 1 ജുസ് ഓതുന്ന കബറും ഡെയിലി 2 ജുസ് ഓതുന്ന കബറിന്റെയും വെളിച്ചം വ്യത്യസ്തമാകും. അത് നമ്മുടെ 60 വാൾട്ടിന്റെ പഴയ ബൾബ് ഉണ്ടല്ലോ, അതല്ലായിരിക്കും കുറച്ച് ഓതുന്ന ആളുകൾക്ക്. എന്നാൽ നന്നായി ഓതുന്ന ആൾക്ക് അതുപോലെ ഫോക്കസ് ലൈറ്റിനെക്കാളും വെളിച്ചായിരിക്കും. തീരെ ഓതാത്ത ആളുകൾ എന്നും പവർ കട്ടായിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഖുർആൻ ഓതാം. ഖുർആൻ പ്രകാശാണ്. അല്ലാഹുമ്മ നവ്വിർ ഖബ്റനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ കബറിടങ്ങളെ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഇരുട്ടറയല്ല, ഖബർ ഇരുട്ടറയല്ല. ഇരുട്ടറയുണ്ട് ചില ആളുകൾക്ക്, അവരിൽ പെടാതിരിക്കാനുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കബറിടങ്ങളെ പ്രകാശിപ്പിക്കാൻ നമ്മൾക്ക് മത്സരിക്കാം. സാബിഖൂ ഇലൽ ഖൈറാത്ത് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഉളരണം. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉളരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്തിനാണ് കബറിടം ഇരുട്ടറയാണ് എന്ന് പേടിച്ചിരിക്കുന്നത്? അത് വെളിച്ചമാക്കാനുള്ള വഴികൾ നമ്മുടെ കയ്യിലില്ലയോ? അത് പ്രകാശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ കൈകളിലില്ലയോ? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ നവ്വിർ ഖബ്റനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ കബറിടങ്ങളെ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കൂ റബ്ബേ. ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഖുർആനിന്റെ ഓരോ ഹർഫ് കാരണമായി നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അപ്പൊ നന്നായി ഖുർആൻ ഓതുന്ന ആളുകളുടെ കബറിടങ്ങൾ അല്ലാഹു നന്നായി പ്രകാശിപ്പിക്കുമെന്നാണ്. പിന്നെയോ, അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ, ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നീ നൽകണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലേ? ഭാര്യയെക്കാളും നല്ല ഭാര്യ നൽകണം എന്നല്ലേ ദുആ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം അങ്ങനല്ലേ? ഇതൊക്കെ സ്വഹീഹായ ഹദീസിന്റെ ദുആകളല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളല്ലയോ ഇതൊക്കെ? ആ ഹബീബിന്റെ ദുആഇന്റെ താല്പര്യം ഇതാണ്. ഒരാൾ മരണസമയത്ത് വെപ്രാളം വേദന ഭാര്യയോട് ഇവിടെ പറയുന്നതാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ അല്ലാഹു നാളെ ഖബറിൽ നൽകുമെന്നല്ലേ ആ ദുആഇന്റെ താല്പര്യം? അതല്ലേ? അല്ലേ? അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ ലഭിച്ചാൽ പിന്നെ എന്തിനാണ് ടെൻഷൻ? എന്തിന്റെ പേരിലാണ് ദുഃഖം? ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങളിവിടെ ഇല്ലേ? നിങ്ങളെല്ലാരും ഉറങ്ങാൻ വേണ്ടി നിൽക്കുക? എവിടെ ഇല്ലേ? സമയം വൈകി. എന്ത് വൈകല്? കളി കാണാൻ വേണ്ടിയിട്ട് 2 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കൂലേ? പിന്നെ വാതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ ചെലവഴിച്ചാൽ എന്താ? മഹാനായ അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്നൊരു യോദ്ധാവ്, അദ്ദേഹം റഖ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം വലിയ അറിയപ്പെട്ട യോദ്ധാവാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരങ്ങൾ ഒന്നുപോലും ഒഴിവാക്കാതെ ധീരനായി പോരാടുന്ന സധൈര്യമുള്ള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ ഒരു മഹാനാണ് അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്ന ഒരു യോദ്ധാവ്, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം റഖ എന്ന് പറയുന്ന ജിജിലയുടെ ഫുറാത്തിന്റെ തീരത്തുള്ളൊരു സ്ഥലത്ത്, റഖ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നപ്പോ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. മദീനയിൽ വെച്ച് പറയുന്ന കഥയാണിത്. മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാരായ ആളുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപാട് വർഷക്കാലമായില്ലയോ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും മനോഹരമായൊരു സംഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മദീന പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതം പറയാൻ തുടങ്ങി. റഖ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാനെത്തി. ആയുധങ്ങൾ വെക്കാനുള്ള ഒരു കുതിര വാങ്ങലാണ് എന്റെ ഉദ്ദേശം, എന്റെ ആഗ്രഹം അതായിരുന്നു. അങ്ങനെ ഞാൻ റഖ എന്ന് പറയുന്ന സ്ഥലത്തെത്തി യുദ്ധത്തെ കുറിച്ച് വഅദ് പറഞ്ഞു.
യുദ്ധത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും യുദ്ധത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഞാൻ വഅദ് പറയാൻ തുടങ്ങി. അങ്ങനെ വഅദ് പറഞ്ഞ് ആളുകൾക്കെല്ലാം ആവേശമായി. പല ആളുകളും അവരുടെ കൈകളിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ നൽകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് എന്റെ വഅദ് കഴിഞ്ഞ് ഞാൻ ആ റഖ എന്ന് പറയുന്ന സ്ഥലത്തെ എനിക്ക് താമസിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മുറിയിൽ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി അർദ്ധരാത്രി മുറിയിലെത്തി കിടന്നുറങ്ങാൻ നിൽക്കുമ്പോഴാണ് അപരിചിതമായ ആ സ്ഥലത്ത് ആരോ ഒരാൾ വന്നുകൊണ്ട് എന്റെ മുറിയുടെ വാതിൽ മുട്ടുന്നത്. ആരോ ഒരാൾ വന്നിട്ട് എന്റെ വാതിൽ മുട്ടുകയാണ്. ഞാൻ വിചാരിച്ചു, എന്നെ ഈ നാട്ടിൽ ആർക്കറിയില്ല, എനിക്കാരും പരിചയമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ അർദ്ധരാത്രി വന്നിട്ട് ആരാ ഡോർ മുട്ടുന്നത്? തുറന്നു നോക്കിയപ്പോ ഔറത്ത് മറച്ച ഒരു പെണ്ണാണ്. മുഖം മറച്ചിട്ടുണ്ട്, കൈകൾ മറച്ചിട്ടുണ്ട്, ശരീരമാസകലം മറച്ച ഒരു പെണ്ണാണ്. അർദ്ധരാത്രി അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഡോർ മുട്ടുന്നത്. നിങ്ങളല്ലേ അബൂ ഖുദാമ? അതെ, ഞാനാണ്. നിങ്ങളല്ലേ യുദ്ധത്തെ കുറിച്ച് വഅദ് പറഞ്ഞത്? നിങ്ങളല്ലയോ? അതെ. ആ വഅദ് ഞാൻ കേട്ടു. എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്റെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. എന്റെ ഭർത്താവ് കുരിശ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. കുരിശുകാർക്കെതിരെ യുദ്ധം ചെയ്ത് മരിച്ചുപോയ ആളാണ്. എന്റെ ആങ്ങളെയും അതേപോലെ കുരിശ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. എനിക്കും യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിനുള്ള ശക്തിയില്ല, കഴിവില്ല. പക്ഷേ യുദ്ധത്തിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്നുണ്ട്. നമ്മൾ ഓപ്പറേറ്റർ എവിടെ? ഒന്ന് വന്നിട്ട് ഒന്ന് ഉഷാറാക്കി തരും. തിരിച്ചിട്ട് സൗണ്ട് എന്നെ ഫുള്ളൊന്ന് തിരിച്ചു തരും. ഡിലേ കൊടുത്തിട്ടില്ല, നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ട്, യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്കതിനുള്ള ശക്തിയും കഴിവുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി ഒരു ഹദിയയുമായി, ഒരു സമ്മാനവുമായി ഞാൻ വന്നതാണ്. ഈ സമ്മാനം നിങ്ങൾ നിരസിക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല, നിർബന്ധമായും നിങ്ങൾ സ്വീകരിക്കണം. എന്താണ് സമ്മാനം എന്നറിയോ? എന്റെ കയ്യിലുള്ളതിൽ എനിക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ എന്റെ കയ്യിൽ സാമ്പത്തികമായ ശേഷിയില്ല. എന്നാൽ എനിക്കുള്ളത് മനോഹരമായ മുടികളാണ്. എനിക്കുണ്ടായിരുന്നത് മനോഹരമായ മുടികളാണ്. ആ മുടിയെ ഞാൻ മുറിച്ചു മാറ്റി അതിനെ ഞാൻ പിരിച്ചൊരു കയറാക്കി ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കവറിലുള്ളത് എന്റെ മുടികളാണ്, പിരിച്ചു വെച്ച എന്റെ മുടികളാണ് എന്ന് ആ സഹോദരി പറയുകയും ഈ പിരിച്ചുവെച്ച കയർ ഉപയോഗിച്ച് നിങ്ങൾ യുദ്ധക്കളത്തിൽ രണാങ്കണത്തിൽ ചെന്ന് നിങ്ങളുടെ കുതിരകളെ, പടക്കുതിരകളെ കെട്ടിവെക്കാൻ വേണ്ടി ഉപയോഗിക്കണം. കാരണം ഈ യുദ്ധത്തിൽ പടക്കുതിരകൾ മരിച്ചുപോയാൽ ആ യുദ്ധരണാങ്കണത്തിലെ പൊടിപടലങ്ങൾ കൊണ്ട് എന്റെ മുടി കഷ്ണങ്ങൾക്ക് അതിന്റെ പൊടിപടലങ്ങൾ പുരടുമ്പോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കെന്റെ മുടികളെ ഞാൻ യുദ്ധത്തിന് വേണ്ടി സമ്മാനമായി സമർപ്പിച്ചു എന്ന് എനിക്ക് പറയാമല്ലോ. അതേപോലെ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമല്ലോ. അതുകൊണ്ട് എന്റെ മുടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? കയറായി ഉപയോഗിക്കണം. ഇത് നിരസിക്കരുത്. എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിവൊന്നുമില്ല. യുദ്ധം ചെയ്യാനുള്ള മൈക്കുണ്ടോ? സ്റ്റുഡിയോ മാസ്റ്റർ ഉണ്ടോ? സ്റ്റുഡിയോ മാസ്റ്റർ അഹുജ് ഉണ്ടോ? നല്ല മൈക്ക് ഉണ്ടായാലും മതി. JTS അല്ലേ? അപ്പോ എന്റെ ഈ മുടി നിങ്ങൾ എന്ത് ചെയ്യണം? കുതിരയെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. ഞാനത് പിരിച്ചു വെച്ചൊരു കയറ് പോലെ ആക്കിയിരിക്കുകയാണ്. നിങ്ങളത് കെട്ടി നിങ്ങളുടെ പടക്കുതിരകളെ കെട്ടിവെക്കാൻ നിങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിന് വേണ്ടി എന്റെ ഈ മുടിയെ ഞാൻ സമ്മാനമായി നൽകുകയാണ്. ഒരു കാരണവശാലും നിങ്ങളിത് നിരസിക്കരുത്. എനിക്കൊരു ചെറുപ്പക്കാരനായൊരു മകനുണ്ട്. ആ മകൻ ഹാഫിളാണ്. ആ മകൻ ദീനി മേഖലകളിൽ വിജ്ഞാനം നേടിയ ഇൽമുള്ള ഒരു ആലിമാണ്. ആ മകൻ എന്റെ ഭർത്താവ് എന്തോ ഒരു കാര്യം ഏൽപ്പിച്ചു. ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് മകൻ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അവനെ പറഞ്ഞേക്കുമായിരുന്നു എന്ന് പറഞ്ഞ് സഹോദരി സ്ഥലം വിട്ടു. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു മുടി മുറിച്ച് യുദ്ധത്തിന് കൊടുക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമല്ല. ഇസ്ലാം ഇതൊരു പ്രതിഫലമുള്ള കാര്യമായി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഏതായാലും പെണ്ണിന്റെ ആ മാനസികമായ യുദ്ധത്തോടുള്ള താല്പര്യം പരിഗണിച്ച് ആ സഹോദരിയുടെ മുടികൾ കൊണ്ട് തന്റെ കുതിരകളെ കെട്ടി യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ്.
റഖ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് യുദ്ധത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പടയാളികളും പുറപ്പെട്ടപ്പോ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് അബൂ ഖുദാമ, അബൂ ഖുദാമ എന്ന് വിളിക്കാൻ തുടങ്ങി. അബൂ ഖുദാമ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ഞാൻ ഇതാരാ വിളിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങൾ കുറച്ച് നടന്നോളൂ, മുമ്പിൽ നടന്നോളൂ, ഞാൻ പിന്നെ വരാം. അങ്ങനെ നോക്കുമ്പോ മുഖം മറച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ കുതിരയിൽ വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. നിങ്ങൾ അബൂ ഖുദാമയാണോ? അതെ. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരാൻ തയ്യാറായി വന്നതാണ്. നിങ്ങൾ എന്നെ ഒരിക്കലും ഒരു കാരണവശാലും നിരസിക്കാൻ പാടില്ല, തടയാൻ പാടില്ല. നിങ്ങൾ മുഖം ഒന്ന് വെളിവാക്കണം, നിങ്ങളുടെ മുഖം എനിക്ക് കാണണം. ആ മുഖം എത്ര പ്രായമുണ്ട് എന്നറിയാതെ യുദ്ധത്തിലേക്ക് നിങ്ങളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്കൊരു 10-15 വയസ്സിന് മുകളിൽ ഒരു യോദ്ധാവായി ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ യുദ്ധത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മുഖം വെളിവാക്കണം. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. മുഖം വെളിവാക്കി നോക്കിയപ്പോ ചെറിയ സുമുഖനായ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. 15 വയസ്സ് പൂർത്തിയായിട്ടില്ല. പറ്റൂല, നിനക്ക് ഉപ്പയില്ലേ? എന്റെ ഉപ്പ കുരിശുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. ഉമ്മയില്ലേ? ഉമ്മയുണ്ട്. എന്നാൽ ഉമ്മയുടെ അടുത്ത് പോയി ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ. കാരണം നിനക്ക് ഉമ്മയെ സേവിച്ചാൽ തന്നെ സ്വർഗം കിട്ടും എന്ന് മഹാനായ അബൂ ഖുദാമ പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പറഞ്ഞയച്ചതാണ്, ഒരു കാരണവശാലും തിരിച്ചു വരാൻ പാടില്ല എന്നും നിർബന്ധമായും രണാങ്കണത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിത്വം സ്വീകരിക്കണമെന്നും പറഞ്ഞ് ഒരു കാരണവശാലും ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചതാണ് എന്റെ മാതാവ്. അങ്ങനെയാണോ? ഇന്നലെ രാത്രി നിങ്ങൾക്കൊരാൾ ഒരു സമ്മാനം തന്നില്ലയോ? ആ ഉമ്മയുടെ മകനാണ് ഞാൻ. സമ്മാനമോ? അതെ, ഇത്രയും പെട്ടെന്ന് നിങ്ങളത് മറന്നുപോയോ? ഇന്നലെ രാത്രി മുടികൾ കൊണ്ട് കയറുണ്ടാക്കി നിങ്ങൾക്കൊരു സമ്മാനം തന്ന ഉമ്മയെക്കുറിച്ച് ഓർമ്മയില്ലേ? മഹാനായ അബൂ ഖുദാമ തങ്ങൾക്ക് വളരെ വിഷമം തോന്നി. പടച്ചോനെ, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ, സുന്ദരനും സുമുഖനുമായ 15 വയസ്സ് പോലും തികയാത്തൊരു ചെറുപ്പക്കാരനെ യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുകയോ? ആ ഉമ്മയെ ഓർത്ത് വേദനിക്കുകയാണ്. എന്റെ ഉമ്മ പറഞ്ഞത്, എന്റെ പിതാവ് പോയ വഴിയെ കുരിശുകാരുമായി ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിക്കണം, തിരിച്ചു വരരുത് എന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്നെ തിരിച്ചയക്കരുത്. നിർബന്ധിതനായി അബൂ ഖുദാമത്ത് ശാമി ചെറുപ്പക്കാരനെ യുദ്ധക്കളത്തിലേക്ക് തയ്യാറായി സ്വീകരിക്കുകയാണ്. നോക്കുമ്പോ വലിയ ആവേശമുള്ള ചെറുപ്പക്കാരൻ, നന്നായി കുതിര ഓടിക്കുന്ന, കുതിരസവാരി നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. നല്ല ഉന്മേഷവും ആവേശവും ഉണ്ട്. യാത്രയിലുടനീളം അവർക്ക് വലിയ താല്പര്യം തോന്നി ചെറുപ്പക്കാരനോട്. യാത്ര കഴിഞ്ഞു, രണാങ്കണത്തിലെത്തി, യുദ്ധഭൂമിയിലെത്തി. എല്ലാവരും താമസിച്ചു. എല്ലാവരും വിശ്രമിക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ വിശ്രമിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ പാചകം ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ പാചകം ചെയ്ത് കൊണ്ടുവരാം, നിങ്ങൾ വിശ്രമിച്ചോളൂ. അങ്ങനെ പാചകം ചെയ്യാൻ പോയി. അടുപ്പുണ്ടാക്കി, അതിലേക്കൊരു തളിക വെച്ചു, തീ കത്തിച്ചു. ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെ ക്ഷീണം കൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുകയാണ്. ക്ഷീണം കൊണ്ട് പെട്ടെന്നുറങ്ങിപ്പോയി. ഭക്ഷണവും കാത്ത് അബൂ ഖുദാമയും മറ്റുള്ള ആളുകളും കാത്തിരിക്കുകയാണ്. എവിടെ ഭക്ഷണം? അബൂ ഖുദാമ അവരോടൊന്നും പറയാതെ ചെറുപ്പക്കാരന്റെ സമീപത്തേക്ക് വന്നു. നോക്കുമ്പോ ചെറുപ്പക്കാരൻ ഉറങ്ങുകയാണ്. ചെറുപ്പക്കാരന്റെ ഉറക്കിനെ ബുദ്ധിമുട്ടിക്കുന്നത് വേണ്ട എന്ന് വിചാരിച്ച്, ശല്യപ്പെടുത്തുന്നത് വേണ്ട എന്ന് വിചാരിച്ച് അബൂ ഖുദാമ ചെറുപ്പക്കാരനെ വിളിക്കാതെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് പൂർത്തിയാക്കാനും അത് ഭംഗിയായി നിർവഹിക്കാനും വേണ്ടി അവിടെ തന്നെ ഇരുന്നു. നോക്കുമ്പോ ഉറക്കത്തിൽ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിരിക്കുന്നത് കാണാനിടയായി. ഉറക്കത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. ചിരിച്ചപ്പോ അബൂ ഖുദാമ ചെറുപ്പക്കാരനെ വിളിച്ചു, എന്താ നിങ്ങൾ ചിരിച്ചത്? അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള ഒരു വിഷയമാണ്, ദയവ് ചെയ്ത് ഇടപെടരുത്. ഇല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം നിങ്ങൾ ചിരിക്കാനുള്ള കാരണമെന്ത് എന്ന്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാനൊരു സ്വപ്നം കാണാനിടയായി. ഇന്നഹു ഖദ് ഖാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാൾ അടുത്തു.
ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സ്വർഗക്കാരനായി. സ്വർഗത്തിലിരിക്കുമ്പോഴാണ് അല്ലാഹു തആല മനോഹരമായൊരു കൊട്ടാരം എനിക്ക് കാണിച്ചു തരുന്നത്. സ്വർണമാണതിന്റെ ചുമരുകൾ. ചുമരുകൾക്കിടയിൽ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഉപയോഗിച്ചിട്ടാണ് അതിനെ അലങ്കരിച്ചിട്ടുള്ളത്. മനോഹരമായ കൊട്ടാരത്തിലേക്ക് ഞാൻ വളരെ താല്പര്യത്തോടെ കയറുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് സുന്ദരികളായ സഹോദരിമാരെനിക്ക് കാണാനിടയായത്. അവരകത്തേക്ക് കയറാൻ പറഞ്ഞു. അകത്തേക്ക് കയറുമ്പോൾ ഇതിനേക്കാളും മനോഹരമാണ് അകത്ത്. അകത്തുണ്ട് ഒരു പെണ്ണ്. ഈ രണ്ടാളുകൾ പറയാണ് സൗജുൽ മർളിയ, മർളിയയുടെ ഭർത്താവാണിത്, മർളിയയുടെ ഭർത്താവാണിത്. ആരാണ് മർളിയ? നോക്കുമ്പോ അകത്തൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോലും പോകുമായിരുന്നു. അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ, അള്ളാഹു എന്റെ കാഴ്ചശക്തി നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ ഈ കാഴ്ചശക്തി പോകുവാൻ മാത്രം സൗന്ദര്യമായിരുന്നു ആ പെണ്ണിനുണ്ടായിരുന്നത്. പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? പെണ്ണ് പറഞ്ഞു, അനലക്കി വ അനലക വ അൻതലി, ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ്, ഞാൻ നിന്റെ ഭാര്യയാണ്, സ്വർഗത്തിലെ ഭാര്യ. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ, വീടിനേക്കാളും നല്ല വീട് നീ ഖബറിടത്തിൽ നൽകണേ എന്ന്, ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിടത്തിൽ നൽകണേ എന്നല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്. ഇദ്ദേഹം സ്വപ്നം കാണുകയാണ്. സൗജുൽ മർളിയ, മർളിയ എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണ് ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ്. അത് കണ്ടപ്പോ എനിക്ക് ആ പെണ്ണിനെ ഒന്ന് അടുപ്പിക്കണമെന്ന് തോന്നി, നെഞ്ചോട് ചേർക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കൈ നീട്ടിയപ്പോ പെണ്ണ് പറയാണ്, സമയമായിട്ടില്ല, നീ എന്റേത് തന്നെയാണ്, പക്ഷെ സമയമായിട്ടില്ല. നാളെ ളുഹർ കഴിഞ്ഞാലാണ് നീ എന്റേതായി മാറുന്നത്. സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടിക്കോളിയേ, മോണിറ്റർ മൊത്തം സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടിക്കോളി. നീ ളുഹർ നിസ്കരിച്ചാലാണ് നീ എന്റേതായി മാറുന്നത്, ളുഹർ നിസ്കാരം വരെ നീ എന്റേതല്ല എന്ന് ആ സഹോദരി പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് തന്റെ ഉറക്കത്തിൽ നിന്നുണരുകയാണ്. ഇതാണ് ഞാൻ എന്റെ സ്വപ്നം കണ്ടത് എന്ന് മഹാനായ അബൂ ഖുദാമയോട് പറഞ്ഞപ്പോ അബൂ ഖുദാമ ദുആ ചെയ്യുകയാണ്, അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്ത് പിറ്റേ ദിവസമായി എല്ലാവരും രണാങ്കണത്തിലേക്ക് ഇറങ്ങി. ശത്രുക്കൾ ഒരുപാട് ആളുകൾ മലവെള്ളപ്പാച്ചിൽ പോലെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോ മുസ്ലിമീങ്ങളിൽ നിന്ന് ആദ്യമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത് ഈ ചെറുപ്പക്കാരനാണ്. 15 വയസ്സ് പോലും തികയാത്ത സുന്ദരനായ ചെറുപ്പക്കാരനാണ് ആദ്യമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. വെറും വാശിയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടുകയാണ്. ഒരുപാട് ആളുകളെ എരിഞ്ഞു വീഴ്ത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോയി. അബൂ ഖുദാമ പറയാണ്, ഞാൻ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോയി ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ടെന്റിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, യുദ്ധത്തിന്റെ ചതികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല, യുദ്ധത്തിലുള്ള ചതികളെ കുറിച്ച്, വഞ്ചനയെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. നൂറുകണക്കിന് ആളുകൾ നിങ്ങളെ വളഞ്ഞ് ആക്രമിക്കാൻ നിന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ അബൂ ഖുദാമയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനാണോ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ശിക്ഷ നിങ്ങൾക്കറിയില്ലേ? വൻദോഷങ്ങളിൽ പെട്ടതല്ലേ യുദ്ധത്തിൽ നിന്ന് യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിയുന്നത് വൻദോഷങ്ങളിൽ പെട്ടതല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം ധീരമായി പോരാടുകയാണ്. അങ്ങനെ പരസ്പരം ആളുകളെ തിരിച്ചറിയാതെ പിടിപടലങ്ങൾ പുരണ്ട് ധീരമായ യുദ്ധം നടന്ന് യുദ്ധം അവസാനിച്ച് മുസ്ലിമീങ്ങൾ വിജയിച്ചപ്പോ അബൂ ഖുദാമ ഈ ചെറുപ്പക്കാരനെ തേടി, എവിടെയാണ് ചെറുപ്പക്കാരനുള്ളത്, മരിച്ചുപോയോ അല്ല ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ രണാങ്കണത്തിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. തെരഞ്ഞു നടക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ അബൂ ഖുദാമയെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? അബൂ ഖുദാമ നോക്കി, ചെറുപ്പക്കാരന്റെ മുഖം തിരിച്ചറിയുന്നില്ല.
മുഖത്താകെ വെട്ടുകളുണ്ട്, കൈകാലുകൾ നിറയെ വെട്ടാണ്, ശരീരമാസകലം ചോര നിറഞ്ഞു കിടക്കുകയാണ്. ചെറുപ്പക്കാരൻ ഏത് എന്നറിയുന്നില്ല. സൂക്ഷ്മമായി നോക്കിയപ്പോ, ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോ ചെറുപ്പക്കാരനെ തിരിച്ചറിഞ്ഞു. ഞാൻ അബൂ ഖുദാമയാണെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറയാണ്, അബൂ ഖുദാമ, അബൂ ഖുദാമ, ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അർലിയ എന്ന് പറയുന്ന സൂര്യനെ പോലും വെല്ലുന്ന പ്രകാശത്തിന്റെ ഉടമയായ, സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഭാര്യയെ ലഭിക്കാൻ ഞാനിതാ തയ്യാറായിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പോയിട്ട് എന്റെ ഉമ്മയോട് പറയണം, ഈ മകൻ ധീരമായി രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് പറയണം. ഉമ്മ അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്റെ ശരീരത്തിലുള്ള ഈ കുപ്പായം, ചോര പുരണ്ട കുപ്പായം എന്റെ ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. അബൂ ഖുദാമ റക്ക എന്ന് പറയുന്ന നാട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഏത് വീട് ഏതാണെന്നറിയില്ല. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വീടിന്റെ പുറത്ത് 7 വയസ്സുകാരിയായ ഒരു പെണ്ണിനെ കാണാനിടയായി. ആ പെണ്ണ് വരുന്ന വഴിയിൽ വരുന്ന ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് വരുന്നവരാണോ? അതെ. എന്റെ ആങ്ങളെ കണ്ടിട്ടുണ്ടോ? ആരും ഉണ്ടെന്നില്ല. ആരാണ് ആങ്ങള എന്ന് ആർക്കാണ് അറിയുക? 4 ആളുകളോട് ചോദിച്ചപ്പോ മഹാനായ അബൂ ഖുദാമ വീട്ടിലേക്ക് ചെന്നു. അല്ല മോളെ, ഉമ്മയില്ലേ എന്ന് ചോദിച്ചു. ഉമ്മയുണ്ട്. ഉമ്മയോട് പറയേ, അബൂ ഖുദാമയാണ്, അബൂ ഖുദാമയാണ് എന്നറിഞ്ഞപ്പോ അകത്ത് നിന്ന് ആ സഹോദരി ചോദിക്കുകയാണ്, സന്തോഷ വാർത്തയായിട്ടാണോ വന്നത്, അല്ല ദുഃഖവാർത്തയായിട്ടാണോ വന്നത്? അബൂ ഖുദാമ ചോദിച്ചു, എന്ത് വാർത്ത തന്നാലാണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുക? ഏത് വിവരം തന്നാലാണ് നിങ്ങൾക്ക് ദുഃഖവാർത്തയാവുക? അപ്പോഴാണ് ആ മാതാവ് പറയുന്നത്, എന്റെ മകൻ യുദ്ധക്കളത്തിൽ വെച്ച് പടപൊരുതി അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത. മരിക്കാതെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖവാർത്തയാണ് എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരൻ മഹാനായ അബൂ ഖുദാമ ഇദ്ദേഹത്തിന്റെ കുപ്പായം ഈ സഹോദരിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. 7 വയസ്സുകാരിയായ ഈ കുഞ്ഞുമോൾക്ക് തന്റെ ആങ്ങളെ മരിച്ചു എന്നറിഞ്ഞപ്പോ ഉപ്പ മരിച്ച വേദന പോലും തീരാത്ത ഈ കുഞ്ഞ് തന്റെ ആങ്ങളെ പോലും മരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെ തന്നെ ബോധം കെട്ട് വീണ് മരിച്ചുപോയി എന്നും ഉമ്മ ഇത് കണ്ടൊരുപാട് വെള്ളം ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മുഖത്തേക്ക് കുടഞ്ഞപ്പോ എണീക്കാതെ വന്നപ്പോ ഉമ്മയും തന്റെ കുപ്പായവുമായി അകത്തേക്ക് ചെന്നു. ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചു വരാതെ അബൂ ഖുദാമ വിളിക്കുമ്പോ ഉമ്മ മറുപടി പറയുന്നില്ല. അകത്തേക്ക് പോയി നോക്കുമ്പോ ആ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ജൗസി തന്റെ കിതാബിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണിത്. അബൂ ഖുദാമ തന്റെ ജീവിതത്തിൽ കണ്ട ഒരു യാഥാർത്ഥ്യമാണിത്, ഒരു അത്ഭുതമാണിത്. നല്ലൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ ചെറുപ്പത്തിലെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്തപ്പോ ആ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്നത് അള്ളാഹു പറയാണ്, വളരെ മനോഹരമായ സ്വർണ്ണച്ചാലുള്ള കൊട്ടാരങ്ങൾ, വളരെ മനോഹരമായ പവിഴങ്ങളും മുത്തുകളും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച കൊട്ടാരങ്ങൾ. ആ കൊട്ടാരത്തിനകത്ത് വളരെ സുന്ദരിയായ ഒരു ഭാര്യയെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. മരിച്ചു പോകുന്ന ആളുകൾക്ക് എന്തിനാണ് ദുഃഖം, എന്തിനാണ് പേടി? ഇവിടെ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കബറിടത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ നമ്മുടെ ഭാര്യയെക്കാളും അവരുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നൽകണമെന്നല്ലേ. ഇനി പെണ്ണാണ് മരിച്ചു പോകുന്നതെങ്കിൽ പള്ളിയിൽ വെച്ച് എല്ലാവരും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ ഭർത്താവിനെക്കാളും നല്ല ഭർത്താവ് നൽകണമെന്നല്ലേ. നാട്ടിലുള്ള ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് കബറിലുണ്ടെങ്കിൽ, നാട്ടിലുള്ള ഭാര്യയെക്കാളും നല്ല ഭാര്യ നമ്മുടെ കബറിലുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ കബറിലേക്ക് പോകുന്നതിനെ പേടിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നമ്മൾ ദുഃഖിക്കുന്നത്? ധൈര്യമായി പുഞ്ചിരിയോടെ മരണം നേരിട്ട് കബറിലേക്ക് കടന്നു പോകാലോ. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ.